നിങ്ങൾ ഓൾറെഡി എക്സാമിന് വേണ്ടിയുള്ള എല്ലാ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നു. നിങ്ങൾ ചോദിച്ചു പോകും അല്ലെ, കുറച്ച് വഴിതെറ്റിയിട്ട് അവിടെ എത്തും. രണ്ടാമത് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴിതെറ്റും. മൂന്നാമത് പോകുമ്പോൾ നിങ്ങൾ വളരെ സ്പീഡായിട്ട് അവിടെ എത്തും അല്ലെ. നാലാമത് പോകുമ്പോൾ പറയണ്ട, നിങ്ങൾക്ക് കണ്ണു മുട്ടി പോകാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എക്സാം ഹാളിലെത്തിയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് പാനിക്കാവും, നിങ്ങളൊന്ന് വെറീഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ ഏത് പാറ്റേണിലാണ് വരിക, ഏതൊക്കെയാണ് റൂട്ട്, ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു മറിച്ചു എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നതിന്റെ റൂട്ട് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് 2025 ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ 24-ൽ ചെയ്യുക, പിന്നെ 23-ൽ ചെയ്യുക. അങ്ങനെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പീഡായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.